കോഴിക്കോട് നിന്നും ഇന്ന് ഞങ്ങളുടെ യാത്ര കണ്ണൂരിലേക്കാണ്. കണ്ണൂരിലുള്ള ആദികടലായിലുള്ള സീഷെൽ ഹാരിസ് ബീച്ച് ഹോമിലാണ് ഇന്നത്തെ സ്റ്റേ. റിസോർട്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ വന്ന് കിടന്നാൽ സമയം പോകുന്ന അറിയില്ല. ഇഷ്ടം പോലെ ഒന്നും വേണ്ട, പുറത്തിറങ്ങിയിട്ട് ഇതിന്റെ ചുറ്റും നടന്നാൽ മതി. ഇവിടുത്തെ പ്രകൃതിയും അതിന്റെ ആ കാലാവസ്ഥയും പിന്നെ ബീച്ചിലേക്ക് നോക്കി മറ്റേ കടലിലേക്ക് നോക്കി നിന്നാൽ തന്നെ അതിന്റെ പാരമ്യത്തിലാണ് എല്ലാം. അല്ല, റിസോർട്ട് എന്ന് പറഞ്ഞാല് നമുക്ക് പീസ്ഫുൾ ആയിട്ട് മനസ്സിനെ ഫ്രീ ആയിട്ട് നല്ല സുഖമായിട്ട് ഒരു എല്ലാ വെറീസും ഇവിടെ ഇറക്കി വെച്ചിട്ട് പീസ്ഫുൾ ആയിട്ട് സമയം കളയാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ്. ഒന്നാമത് ഇതിന്റെ ചുറ്റുപാടുകള്, ഇവിടുത്തെ ക്ലൈമറ്റ്, പിന്നെ ഇതിന്റെ ഈ പൊസിഷൻ എല്ലാം ഒന്നിനൊന്ന് മെച്ചാ. ഒരു ദിവസം നമുക്ക് ഇതിന്റെ പുറത്ത് നിന്നിട്ട് ഇത് ചുറ്റും കാണാനും അതിന്റെ ആ തിരന്റെ അലവിളികളൊക്കെ കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര വല്ലാത്തൊരു അനുഭൂതി. രാത്രി സന്ധ്യ സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ അപാരാണ് ഇതിന്റെ കഴിവ്. പിന്നെ ഭയങ്കര എന്താ കെടുക്കുന്ന സമയത്തൊക്കെ ആ തിര ഇങ്ങനെ അടിക്കുന്ന ശബ്ദങ്ങൾ കേട്ടാല് വല്ലാത്ത അനുഭൂതിയാ. അതാ ബീച്ച് അട്രാക്ഷന്. ബീച്ച് ഈ പൊസിഷൻ ഉണ്ടല്ലോ, ഇങ്ങനെ ഒരു സ്ഥലം, ഇങ്ങനെ ഒരു ഹൗസും എല്ലാം ഉണ്ടാവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതന്നെ വലിയ. കണ്ണൂരിൽ നിന്നും ഏതാണ്ട് 8 കിലോമീറ്റർ മാത്രമാണ് ഈ ഹോം സ്റ്റേയിൽ എത്താനുള്ള ദൂരം. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 100 ഫീറ്റ് ഉയരത്തിലാണ് പാറകളാൽ ചുറ്റപ്പെട്ട അതിമനോഹരമായിട്ടുള്ള ഭൂപ്രദേശം. സേഫാണ്, കണ്ടില്ലേ? ഇതാണ് ഇവിടുത്തെ മറ്റൊരു ആകർഷണം. കടലായി തോട്ടട ഉൾപ്പെടുന്ന പ്രദേശത്ത് ഏതാണ്ട് 35ഓളം ഹോം സ്റ്റേകൾ ഉണ്ടെന്നാണ് അറിയാൻ പറ്റിയത്. ഈ റിസോർട്ടിൽ കൂടുതലായിട്ട് വരുന്നത് വിദേശ സഞ്ചാരികളാണ്. അവർക്ക് ഈ ഗ്രാമം അത്ര ഇഷ്ടമാണ്.